നമസ്കാരം. കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ട 3 കാര്യങ്ങളാണ് ലേൺ, ഏൺ ആൻഡ് റിട്ടേൺ. ഇതിലേതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം? പഠിച്ച് അറിവ് നേടാനും അതിലൂടെ നല്ലൊരു ജോലി നേടി സമ്പാദിച്ചു കൂട്ടാനും മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന നമ്മൾ റിട്ടേൺ എന്ന വാക്കിൻ്റെ അർത്ഥം എത്രമാത്രം കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്? അക്കാര്യത്തിൽ എത്രമാത്രം നമ്മൾ മാതൃകയാവാറുണ്ട്? ഹോവേർഡ് കെല്ലി എന്നൊരു കുട്ടിയുടെ കഥ കേട്ടിട്ടുണ്ടോ? വീടാന്തരം സാധന സാമഗ്രികൾ കൊണ്ട് നടന്ന് വിറ്റ് കിട്ടിയ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതം തള്ളി നീക്കിയിരുന്ന ഒരു അനാഥ ബാലനായിരുന്നു കെല്ലി. സ്കൂളിൽ പോകുന്നതിന് മുമ്പും സ്കൂൾ സമയം കഴിഞ്ഞ് തിരിച്ചെത്തിയാലും അവൻ വലിയ ചുമടുമായി വീടുകളിൽ കയറിയിറങ്ങും. ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിൽ ഒരു ദിവസം അവൻ തളർന്നു വീണു. എങ്ങനെയൊക്കെയോ ഇഴഞ്ഞിഴഞ്ഞ് പോയി അടുത്ത് കണ്ട വീടിൻ്റെ വാതിൽ അവൻ മുട്ടി. വാതിൽ തുറന്ന സ്ത്രീയോട് അവൻ കുടിക്കാനിത്തിരി വെള്ളം ചോദിച്ചു. അവൻ്റെ സ്ഥിതി കണ്ടിട്ടാവാം അകത്തേക്ക് പോയ ആ സ്ത്രീ പുറത്തേക്ക് വന്നത് വലിയൊരു ഗ്ലാസ്സിൽ നിറയെ പാലുമായിട്ടാണ്. അവൻ അത് ആർത്തിയോടെ കുടിച്ചു തീർത്തു. അവൻ്റെ കണ്ണുകളിൽ നന്ദിയുടെ പ്രകാശം നിറഞ്ഞു. പ്രതിഫലം കൊടുക്കാനായിട്ട് നാണയത്തുട്ടുകൾക്ക് അവൻ തൻ്റെ പോക്കറ്റ് പരതാൻ ശ്രമിക്കുമ്പോൾ ആ സ്ത്രീ അവൻ്റെ കൈകളെ തടഞ്ഞു. തൻ്റെ തലച്ചുമടുമായി അവൻ നടന്നകന്നു. കാലം കടന്നുപോയി. ആ സ്ത്രീ വൃദ്ധയായി, അസുഖബാധിതയായി. പട്ടണത്തിലൊരു ആശുപത്രിയിൽ അവർ അഡ്മിറ്റായി. ഒരുവിധം രോഗം ഭേദമായപ്പോൾ ആശുപത്രി കിടക്ക വിടാൻ ഡോക്ടർ അനുവാദം കൊടുത്തു. എണ്ണിപ്പെറുക്കിയ നാണയത്തൊട്ടുകളുമായിട്ട് ബില്ലടയ്ക്കാൻ അവർ കൗണ്ടറിലെത്തുമ്പോൾ അവിടെ ഇരുന്ന പെൺകുട്ടി ആരോ ഒരാൾ പണമടച്ചതിൻ്റെ ഒരു റെസീറ്റ് അവർക്ക് നേരെ നീട്ടി. അതിനടിയിൽ ഇങ്ങനെ കുറിച്ചിരുന്നു: പെയ്ഡ് ഇൻ ഫുൾ വിത്ത് 1 ഗ്ലാസ് മിൽക്ക്, ഡോക്ടർ ഹോവേർഡ് കെല്ലി.